Hello friends, welcome to another video that is long run Phillips curve. Okay, in the previous video we have already discussed short run Phillips curve where original Phillips curve and also modified Phillips curve, then stagflation or breakdown of Phillips curve, isn't it? ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. പാർട്ട് A to Z വാച്ച് ചെയ്തിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണാൻ പാടുള്ളൂ. റൈറ്റ്, ഹിയർ എക്സ്പെക്ടേഷൻസ് ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവ് നമുക്ക് അങ്ങനെ വിളിക്കാം, isn't it? ലോങ് റൺ വെർട്ടിക്കൽ ഫിലിപ്സ് കർവ്. ക്വസ്റ്റ്യൻ അങ്ങനെ വരാം കേട്ടോ, എസ്എ ടോപ്പിക്കാണ്. ഫിലിപ്സ് കർവുമായിട്ട് എസ്എ ടോപ്പിക് ചോദിക്കുമ്പോൾ പാർട്ട് എ വീഡിയോ ദെൻ പാർട്ട് ബി വീഡിയോ കമ്പൈൻ ചെയ്ത് നോട്ട്സ് തയ്യാറാക്കി എക്സാമിന് നല്ല ആൻസർ കൊടുക്കുക, isn't it? 3 കർവ് വരച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ലോങ് റൺ ഫിലിപ്സ് കർവ് ജസ്റ്റ് മെൻഷൻ ചെയ്തു. ഇവിടെ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. സി, ലോങ് റൺ ഫിലിപ്സ് കർവ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്പെക്ടേഷൻസ് ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവ്. വാട്ട് ഈസ് ഇറ്റ്? എക്സ്പെക്ടേഷൻസ് ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവ്, isn't it? എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷ, ആക്ച്വൽ ആൻഡ് എക്സ്പെക്ടേഷൻ, actual inflation and also expected inflation that we are going to discuss. It is actually developed by Milton Friedman and Edmund Phelps, isn't it? ഇവർ രണ്ടുപേരും ജോയിന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തതല്ല. മിൽട്ടൺ ഫ്രീഡ്മാന് സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഡ്മണ്ട് ഫെൽപ്സും ഇതേ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു, അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, isn't it? രണ്ടുപേരെന്താണ്? അമേരിക്കൻ എക്കണോമിസ്റ്റുകളാണ്, റൈറ്റ്? അമേരിക്കൻ എക്കണോമിസ്റ്റ്. നമുക്കറിയാം മിൽട്ടൺ ഫ്രീഡ്മാൻ എക്കണോമിസ്റ്റ്. ഓക്കെ, നമുക്കറിയാം മിൽട്ടൺ ഫ്രീഡ്മാൻ മോണിറ്ററി എക്കണോമിസ്റ്റ്, വളരെ റിനൗണ്ട് ആണ്, നൊബേൽ പ്രൈസ് വിന്നർ ആണ്. അതുപോലെ എഡ്മണ്ട് ഫെൽപ്സ് ഒക്കെ നൊബേൽ പ്രൈസ് വിന്നർ ആണ്. ഹിയർ ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ദാറ്റ് ഇൻ ദി ഷോർട്ട് റൺ we have already discussed there is a trade-off between inflation and unemployment, isn't it? അതാണ് പാർട്ട് എ ന്റെ ക്രക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ. ദാറ്റ് ഈസ് ദർ ഈസ് എ സ്റ്റേബിൾ ആൻഡ് ഇൻവേഴ്സ് ഓർ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, isn't it? But in 1970s the issue stagflation, ഞാൻ വീണ്ടും പറയല്ല, നമുക്കറിയാം stagflation വന്നു, where we can see higher level of unemployment as well as higher level of inflation. It is totally against the concept of Phillips curve, isn't it? Then Milton Friedman and Edmund Phelps developed expectations-augmented Phillips curve, which shows that there is no trade-off between inflation and unemployment in the long run, isn't it? Long run എന്നുള്ളത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. Long run. That is, Friedman and Edmund Phelps agreed or accepted the fact that in the short run we can see there is a stable or inverse relationship between inflation and unemployment, isn't it? അവരത് ആക്സെപ്റ്റ് ചെയ്ത് അംഗീകരിച്ചു. ഫിലിപ്സ് കർവിന്റെ കൺസെപ്റ്റ് ട്രൂ ആണ്, വാലിഡ് ആണ്, ബട്ട് ഓൺലി ഇൻ ദി ഷോർട്ട് റൺ, ഹ്രസ്വകാലത്തേക്ക്, isn't it? ദീർഘകാലത്തേക്ക് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എന്താണ്? there is no such relationship. There is no trade-off between inflation and unemployment in the long run. That is the crux. Okay, മനസ്സിലാക്കിണ്ടായെന്ന് ഇറങ്ങട്ടെ കേട്ടോ. Don't be confused. That is ഷോർട്ട് റണ്ണിൽ എന്താണ്? ഫിലിപ്സ് കർവ് വാലിഡ് ആണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. ബട്ട് ലോങ് റണ്ണിൽ എന്താണ്? വെർട്ടിക്കൽ ഷേപ്പ് ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ അല്ല, ഇവിടെ എന്താണ്? വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ, isn't it? വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ. ദെൻ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് എന്തായിരുന്നു? കോൺവെക്സ് ടു ദ ഒറിജിൻ ആയി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദാറ്റ് ഈസ് ഓൾസോ എ ഡിഫറെന്റ് ഫിലിപ്സ് കർവ്. PC എന്ന് പറഞ്ഞാൽ ഫിലിപ്സ് കർവ് എക്സിസ്റ്റ് ഫോർ ഈച്ച് ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ്. Okay, we will discuss. That is, we can see a series of Phillips curve. Series of Phillips curve, isn't it? Note here. Actual inflation, then expected inflation. കാരണം എക്കോണമിയിലുള്ള ഇൻഫ്ലേഷൻ 2%. ദെൻ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻഫ്ലേഷനും 2% ആണെങ്കിൽ അവിടെ എന്താണ്? ഇക്വിലിബ്രിയം ആണ്, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്?
അവിടെ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിനെ ബേസ് ചെയ്തൊരു ഡിസ്കഷൻ ആണ്, isn't it? Natural rate of unemployment exists in an economy where actual and expected inflations are equal, where you can see a vertical straight line Phillips curve in the long run. That is, here natural rate of unemployment. What is it? Natural rate of unemployment is the rate of unemployment. UE ഇവിടെ നിങ്ങൾ വായിക്കേണ്ടത് unemployment corresponding to full employment, isn't it? ഒരു എക്കോണമിന്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് ആണെന്ത്? ടു അറ്റൈൻ ഫുൾ എംപ്ലോയ്മെന്റ്. ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോ അൺഎംപ്ലോയ്മെന്റ് ആണോ? നെവർ. We can see some level of unemployment there, like frictional unemployment and so on. But here, natural rate of unemployment is the rate of unemployment corresponding to full employment. ആ കൺസെപ്റ്റ് ഓർത്തിരിക്കുക, isn't it? Then natural rate of unemployment പ്രത്യേകത എന്താണ്? ലോങ് റൺ ഫിലിപ്സ് കർവിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് actual inflation rate is equal to inflation expectations, isn't it? ആ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ സിലബസിലുള്ള Nairu. What is it? Non-accelerating inflation rate of unemployment. Non-accelerating. That is, natural rate of unemployment എന്താണ്? Then inflation പിന്നെ കൂടുകയില്ല. But Nairu നിങ്ങൾ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിൽ നിന്നും ലോ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഇൻഫ്ലേഷൻ ആക്സിലറേറ്റ് ചെയ്യും, isn't it? നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നുണ്ടോ? Nairu എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതുക ഇറ്റ് റെപ്രസെന്റ്സ് or it stands for non-accelerating, NA, non-accelerating, inflation rate of unemployment, isn't it? അത് എവിടെയാണ് ഹോൾഡ് ചെയ്യുക? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അത് ഫിലിപ്സ് കർവിൽ എവിടെ നമുക്ക് കാണിക്കുക? ലോങ് റണ്ണിൽ വെർട്ടിക്കൽ ഷേപ്പിലാണ് നമുക്ക് Nairu റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുക, isn't it? അപ്പൊ ഇവിടെ നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുക, ഇൻ ദി ലോങ് റൺ there is no trade off between inflation and unemployment. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, ഷോർട്ട് റണ്ണിൽ എന്താണ് ഫിലിപ്സ് കർവ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് എന്നുള്ളത് മിൽട്ടൺ, ഫ്രീഡ്മാനും ഫെൽപ്സ് ഒക്കെ എന്താണ് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. Now, how can we derive long run vertical Phillips curve? Isn't it? നമ്മളെ എക്സാമിന് ആ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതുക. എങ്ങനെയാണ് നമുക്ക് ലോങ് റണ്ണിലെ വെർട്ടിക്കൽ ഫിലിപ്സ് കർവ് ഡിറൈവ് ചെയ്യുക? നമുക്ക് എങ്ങനെ ഡ്രോ ചെയ്യാൻ പറ്റും? ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കൊടുക്കാം. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കാണിച്ചു തന്ന പോലെ, ദാറ്റ് ഈസ് O X ആക്സിസ് ഹിയർ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഞാൻ ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നത്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. OY ആക്സിസ് വി ക്യാൻ ടേക്ക് ഇൻഫ്ലേഷൻ റേറ്റ്, isn't it? Inflation rate. Then here we can draw the short run Phillips curve. Okay, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് എളുപ്പത്തിന് ഞാൻ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ദിസ് ഈസ് ദ ലോങ് റൺ ഫിലിപ്സ് കർവ്. ഓക്കെ, സ്ട്രൈറ്റ് ലൈൻ ആണ്, വെർട്ടിക്കൽ ഷേപ്പ് ആണ്, വെർട്ടിക്കൽ അല്ല സ്ട്രൈറ്റ് ലൈൻ വെർട്ടിക്കൽ ആണ്. ഹിയർ ലോങ് റൺ ഫിലിപ്സ് കർവ്. ഓക്കെ, ഇതിന് ഷോർട്ടായിട്ട് LRPC എന്നൊക്കെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ പുസ്തകങ്ങൾ റെഫർ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാം. ദെൻ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് എന്താണ്? ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് എളുപ്പത്തിൽ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ദിസ് ഈസ് ദി ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് 1 ആൻഡ് ദിസ് ഈസ് ദി ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് 2 ആൻഡ് ദിസ് ഈസ് ദി ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് 3, isn't it? Then here this point here 6%, we can take 6%, or this point is A, that represents non-accelerating inflation rate of unemployment, Nairu, isn't it? അപ്പോൾ ഈ പോയിന്റ് എയിൽ നിന്ന് അൺഎംപ്ലോയ്മെന്റ് കുറക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇൻഫ്ലേഷൻ ആക്സിലറേറ്റ് ചെയ്യുമെന്നാണ് Nairu പറയുന്നത്, isn't it? അത്ര ഓർത്തിരിക്കുക. അപ്പൊ Nairu എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ലോങ് റൺ ഫിലിപ്സ് കർവും ഷോർട്ട് റൺ ഫിലിപ്സ് കർവും കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത് ഡിസ്കസ് ചെയ്യാം, isn't it? ഇത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞുതരാണ്, നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ. ബട്ട് ദെൻ ഈ ഷോർട്ട് റൺ ഫിലിപ്സ് കർവിൽ നമുക്കറിയാം പോയിന്റ് ബിയിലേക്ക് വരുന്നുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യണം, isn't it? ദെൻ വീണ്ടും എന്ത് ചെയ്യുന്നു? ലോങ് റൺ ഫിലിപ്സ് കർവിന്റെ രൂപത്തിലേക്ക് വീണ്ടും എന്ത് വരുന്നു? സിയിലേക്ക് വരുന്നു. ദെൻ ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? ഡിയിലേക്ക് വരുന്നു. ദെൻ അഗെയിൻ ഇയിലേക്ക് പോകുന്നു. നിങ്ങൾ ACE ഇത് നിങ്ങൾ എന്താണ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലോങ് റൺ ഫിലിപ്സ് കർവ് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്ര ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇത് നമ്മൾ എന്താണ് ഒരു
സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ലോജിക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റൈറ്റ്. ലോങ് റൺ വെർട്ടിക്കൽ ഫിലിപ്സ് കർവ് നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എക്സാമിന് ഞാൻ ആദ്യം കാണിച്ച് തന്ന രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഇത് നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. OX ആക്സിസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഓക്കെ, ദെൻ OY ആക്സിസ് വി ക്യാൻ സീ ഇൻഫ്ലേഷൻ റേറ്റ്, ഇസ്ന്റ് ഇറ്റ്? ഇത് നിങ്ങൾ ഡ്രോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം, റിവിഷൻ നടത്തണം. ഓക്കെ, നൗ this is the natural rate of unemployment. Okay, this is the point, isn't it? Here generally we can take 6%. 6%. Okay, then interestingly the short run Phillips curve that we can draw like this. This is the short run Phillips curve. Okay, inverse relationship between inflation and unemployment, right? Short run Phillips curve 1. Okay, then short run Phillips curve നമ്മൾ ഇവിടെ കാണുന്നു പോയിന്റ് എ എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു. പോയിന്റ് എന്റെ പ്രത്യേകത അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഈസ് 6% ആൻഡ് ഇൻഫ്ലേഷൻ റേറ്റ് ഈസ് 0. Okay, here actual inflation and expected inflation rate is 0. അതിന്റെ പ്രത്യേകത എന്താണ്? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്? 6%. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വരിക കേട്ടോ. നൗ government is trying to attain low unemployment, isn't it? എക്കോണമിയിലെ ഫിസ്ക്കൽ പോളിസി ഇപ്പൊ നമ്മുടെ എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി ഫോളോ ചെയ്തു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? സപ്ലൈ ഓഫ് മണി കൂടി. ഓക്കെ, ഇവിടെ ഉപയോഗിക്കുന്ന ടൂള് എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി. ടാക്സ് റേറ്റ് കുറക്കുക, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുക, ഇതൊക്കെയാണ് എന്ത്? എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി. What is the reason for introducing this policy? Here government is trying to reduce the level of unemployment from 6% to 4% or 2%. Okay, കാരണം എന്താ? തൊഴിലില്ലായ്മ കുറക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ദെൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു, ബിയിലേക്ക് വന്നു. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് ഇങ്ങനെയാണ്. ഇത് ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് 1ൽ തന്നെ എന്താണ്? മൂവ് ചെയ്യാണ്, ഷിഫ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, isn't it? ദെൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നമുക്ക് എന്താണ്? ലോ ലെവലിലേക്ക് കൊണ്ടുവന്നു, isn't it? ഇവിടെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് ദ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ദാറ്റ് ഈസ് 4%. ഓക്കെ, ബട്ട് ഷോർട്ട് റണ്ണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അൺഎംപ്ലോയ്മെന്റ് 6%ൽ നിന്ന് 4% കുറഞ്ഞപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി? വി ക്യാൻ സീ എ high rate of inflation, that is inflation increased from 0 to 2%, isn't it? ഇവിടെ അൺഎംപ്ലോയ്മെന്റ് എന്ത് ചെയ്തു? 6%ൽ നിന്ന് 4% ആയി. then inflation increased from 0 to 2%, isn't it? then ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞു, isn't it? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയാനുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു. കാരണം എന്താണ്? ട്രേഡ് യൂണിയൻസ് വളരെ സ്ട്രോങ് ആവും. അവരെന്ത് ചെയ്തു? ഹൈ ലെവൽ ഓഫ് വേജ് റേറ്റിന് ഡിമാൻഡ് ചെയ്യും. അതുപോലെ തന്നെ എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ എക്കോണമിയിൽ ഉണ്ടാവും. എന്ത് ചെയ്യും? ലേബറേഴ്സിന്റെ വേതനം അഥവാ വേജ് കൂടും. വേജ് കൂടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ വരും, അഥവാ വേജ് പുഷ് ഇൻഫ്ലേഷൻ വരും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. ദെൻ അതിന്റെ ഒരു റിസൾട്ട് ആണെന്ത്? ഇവിടെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടിയത്. ബട്ട് ഇവിടെ കുറച്ച് സമയം കഴിയുമ്പോൾ വർക്കേഴ്സ് എന്ത് മനസ്സിലാക്കുന്നു? റിയൽ വേജ് റേറ്റ് കൂടിയിട്ടില്ല, isn't it? Only increased the nominal wage rate, isn't it? നിങ്ങൾ റെഫർ ചെയ്യേണ്ട ഏരിയ ആണ് റിയൽ വേജ് റേറ്റ് ആൻഡ് നോമിനൽ വേജ് റേറ്റ്, isn't it? ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ലേബറേഴ്സിന് 500 രൂപയായിരുന്നു കൂലി. 500 രൂപ ഡബിൾ ആയിട്ട് എന്ത് ചെയ്തു? 1000 രൂപയായിട്ട് കൂലി വർദ്ധിച്ചു. ലേബറേഴ്സ് ആർ വെരി വെരി ഹാപ്പി. കാരണം എന്താ? അവരുടെ വേജ് റേറ്റ് കൂടി. ഈ വേജ് റേറ്റ് കൂടിയപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? ദേ ഡിമാൻഡഡ് ഹൈ ലെവൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എല്ലാ സാധന സേവനങ്ങളും ഡിമാൻഡ് കൂടി. എന്നാൽ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഇൻഫ്ലേഷനും കൂടി. ദിസ് ഈസ് ദ എക്സ്പ്ലനേഷൻ. ഓക്കെ, ബട്ട് പിന്നെ ലേബറേഴ്സിന് മനസ്സിലായി ഇവരുടെ റിയൽ വേജ് റേറ്റ് കൂടിയിട്ടില്ല. കാരണം എന്താണ്? എല്ലാ സാധന സേവനങ്ങളുടെയും വില ഡബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ദെൻ അവരെ 500 രൂപ വേജ് ആയപ്പോൾ റൈസിന്റെ വിലയും 500 രൂപയാണെന്ന് വിചാരിക്കണം, isn't it? ദെൻ 1000 രൂപയായിട്ട് കൂലി വർദ്ധിച്ചു.
ദെൻ ആ 1000 രൂപയായിട്ട് കൂലി വർദ്ധിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു? റൈസിന്റെ വിലയും എത്ര ആയിട്ട് കൂടി? 1000 രൂപയായിട്ട് കൂടി. Isn't it? പ്രീവിയസ് ആയിട്ട് അവർക്ക് എന്താണ് 500 രൂപക്ക് റൈസ് കിട്ടിയിരുന്നു. ദെൻ അവരുടെ കൂലി 1000 രൂപയായിട്ട് കൂടി. ബട്ട് ആ 1000 രൂപ കൊടുത്താൽ തന്നെ എന്ത് കിട്ടുള്ളൂ? റൈസ് കിട്ടുള്ളൂ. Isn't it? അങ്ങനെയാണെങ്കിൽ എന്താണ്? അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു? വീണ്ടും നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിലേക്ക് തന്നെ പോകുന്നു. Isn't it? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഇങ്ങനെയാണ് അതിന്റെ ഡെറിവേഷൻ പഠിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ദാറ്റ് ഈസ് 6%. ദാറ്റ് ഈസ് we can see an upward movement or shift of the Phillips curve. Isn't it? Then short run Phillips curve 2. Isn't it? ഈ പോയിന്റ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇവിടുന്ന് എയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്തി. ഈ പോയിന്റിൽ എത്തിയപ്പോൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 4 ആയി, ഇൻഫ്ലേഷൻ റേറ്റ് 2 ആയി. ഇവിടെ ഞാൻ എന്താണ് ബി എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുന്നു. ബി, isn't it? ഈ ബിയിൽ നിന്ന് വീണ്ടും ഏതിലേക്ക് എത്തി? സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തി. Isn't it? സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താനുള്ള കാരണം എന്താ? റിയൽ വേജ് റേറ്റ് കൂടിയിട്ടില്ല എന്ന് ലേബറേഴ്സിന് മനസ്സിലായി. Then that also leads to low level of employment. That is, unemployment rate also increased from 4% to 6%. ഈ 6% പ്രത്യേകത എന്താണ്? This is the natural rate of unemployment. Isn't it? Natural rate of unemployment. Isn't it? Then ഇൻട്രസ്റ്റിംഗ്ലി വീണ്ടും എന്ത് ചെയ്തു? ഗവൺമെന്റ് അൺഎംപ്ലോയ്മെന്റ് ലെവൽ കുറയ്ക്കാൻ വേണ്ടി എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി വീണ്ടും ഫോളോ ചെയ്തു. ദെൻ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വീണ്ടും കുറഞ്ഞിട്ട് ഏത് പോയിന്റിലേക്ക് വന്നു? ഈ പോയിന്റിലേക്ക് എത്തി. Isn't it? ദെൻ ഈ പോയിന്റിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഡി എന്ന് കൊടുക്കുന്നു. ദെൻ വീണ്ടും എന്താണ്? ആളുകൾക്ക് ആ വേജ് റേറ്റ് കൂടുന്നു. ദെൻ അവരെന്ത് ചെയ്യുന്നു? റിയൽ വേജ് റേറ്റ് കൂടി എന്ന് വിചാരിച്ചാൽ അവർ സാധന സേവനങ്ങൾക്ക് ഡിമാൻഡ് കൂട്ടുന്നു. ദെൻ ഇൻഫ്ലേഷൻ ഓൾസോ ഇൻക്രീസ്ഡ് ടു 6% or 5%. നിങ്ങൾക്ക് ഏത് ഫിഗറും കൊടുക്കാം. ഓക്കെ, ഇൻഫ്ലേഷൻ റേറ്റ് എന്ത് ചെയ്തു? വീണ്ടും കൂടി. ദിസ് ഈസ് ദ ഷോർട്ട് റൺ ഫിനോമിന. Isn't it? വീണ്ടും എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ. ലാബറേഴ്സ് എന്ത് ചെയ്യുന്നു? അവരുടെ എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ വീണ്ടും റിവൈസ് ചെയ്യുന്നു. Isn't it? ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, 0 ഇൻഫ്ലേഷൻ ആയിരുന്നു എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ. ദെൻ ആക്ച്വൽ ഇൻഫ്ലേഷൻ എന്ത് ചെയ്തു? 2% വർദ്ധിച്ചു. ദെൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ലേബറേഴ്സും എന്ത് ചെയ്തു? അവരുടെ എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ റിവൈസ്ഡ് ഫ്രം 0 to 2%. ദെൻ ആക്ച്വൽ ഇൻഫ്ലേഷനും റിവൈസ്ഡ് ഇൻഫ്ലേഷനും ഈക്വൽ ആയപ്പോൾ വീണ്ടും പോയിന്റ് സിയിലേക്ക് എത്തി. ദാറ്റ് ഈസ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, ദെൻ അതേപോലെ എന്ത് സംഭവിച്ചു? ആക്ച്വൽ ഇൻഫ്ലേഷൻ 2%-ൽ നിന്ന് 6% ആയിട്ട് കൂടുന്നു. ദെൻ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്തു? expected inflation or inflation expectations also revised upward from 2% to 6%. Then again, Phillips curve, short run Phillips curve, shift cheyunu. Then we will get, short run Phillips curve 3. Short run Phillips curve 3. വീണ്ടും എക്കോണമിയിൽ എന്താണ്? നാച്ചുറൽ unemployment, natural rate of unemployment ലേക്ക് എത്തുന്നു. This is the point E. Isn't it? ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. You will get long run vertical Phillips curve by connecting points E, C, A. Okay. അപ്പോൾ നിങ്ങൾ എന്താണ്? ഈ പോയിന്റ് നിങ്ങൾ കണക്ട് ചെയ്യാണ്. നിങ്ങൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? You will get straight line, vertical, vertical shape. This is the long run Phillips curve. Isn't it? This is the correct explanation. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്താണ്? എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. That is, natural rate of unemployment is the rate of unemployment corresponding to full employment. That point is also known as non-accelerating inflation rate of unemployment. Isn't it? Then this is the point. ഈ point ആണെന്ത്? This is the point. Point A that represents Nairu. N-A-I-R-U. Isn't it? ഇവിടെ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം എന്താണ്? ഇൻഫ്ലേഷൻ റേറ്റ് കൂടുകയില്ല. ബട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് വീണ്ടും കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നുള്ള കൺസെപ്റ്റാണ് നായർ. Isn't it? കുറച്ച് മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ നിങ്ങൾ എക്സാമിന് എന്താണ്? ഞാൻ വീണ്ടും ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിച്ചിരുന്നു. എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു?
ഒ എക്സ് ആക്സിസ് എഴുതുന്നു, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കാണിക്കുന്നു. ഒ വൈ ആക്സിസ് നിങ്ങൾ എന്ത് കാണിക്കുന്നു? ഇൻഫ്ലേഷൻ റേറ്റ് കാണിക്കുന്നു. ഇസന്റ് ഇറ്റ്? നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ലോങ് റൺ ഫിലിപ്സ് കർവ് ആദ്യം തന്നെ അങ്ങോട്ട് വരയ്ക്കുക. ഇസന്റ് ഇറ്റ്? ദിസ് ഈസ് ദ ലോങ് റൺ ഫിലിപ്സ് കർവ്. ഇസന്റ് ഇറ്റ്? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ഇങ്ങനെ പോവുക. ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ നെഗറ്റീവിൽ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? SR PC1. SR എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ, PC എന്ന് പറഞ്ഞാൽ ഫിലിപ്സ് കർവ് 1. Isn't it? This is the point A. ഈ പോയിന്റ് എന്താണ് കാണിക്കുന്നത്? ഇപ്പൊ ഞാൻ 6% എന്ന് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. നിങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ നല്ലൊരു ആൻസർ നിങ്ങൾക്ക് എഴുതാം. കാരണം ഏറെക്കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇത് എസ്സേ അല്ലെങ്കിൽ പാരഗ്രാഫ് ടൈപ്പാണ്. സെപ്പറേറ്റ് ചോദിക്കും. ഇപ്പൊ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് സെപ്പറേറ്റ് 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക്, ലോങ് റൺ ഫിലിപ്സ് കർവ് സെപ്പറേറ്റ് വേറെ ചോദിക്കാം. ദെൻ എക്സ്പെക്ടേഷൻസ് ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ദെൻ ഫ്രീഡ്മാൻസ് വ്യൂസ് ഓൺ ഫിലിപ്സ് കർവ് എന്നുള്ള രീതിയിലും ചോദിക്കാം. സെയിം ആൻസർ ആണ്. Isn't it? ദെൻ ഷോർട്ട് റൺ ഫിലിപ്സ് കർവിൽ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി യൂസ് ചെയ്യുന്നു. പോയിന്റ് എന്താണ്? ബിയിലേക്ക് എത്തുന്നു അല്ലെ? ബിയിലേക്ക് എത്തുന്നു. ദെൻ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഇൻഫ്ലേഷൻ ഇവിടെ കൂടുന്നു. ദെൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയുന്നു. Isn't it? അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയുന്നുണ്ട്. ദെൻ വീണ്ടും എന്ത് ചെയ്യുന്നു? ആക്ച്വൽ ഇൻഫ്ലേഷൻ റേറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ്. ആളുകൾ എന്ത് ചെയ്തു? അവരുടെ എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ, കാരണം അവരെ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻഫ്ലേഷൻ അവർ റിവൈസ് ചെയ്തിട്ട് 0ൽ നിന്ന് 2 ആക്കുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റിലേക്ക് വരുന്നു. ഇവിടെ എന്താ? നിങ്ങൾ എന്താ? പോയിന്റ് സി എന്ന് കൊടുക്കുക. Isn't it? ആ പോയിന്റ് സീനെ കട്ട് ചെയ്തിട്ട് എന്ത് വരണം? രണ്ടാമത്തെ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് 2. Isn't it? വീണ്ടും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി എടുക്കുന്നു. മണി സപ്ലൈ കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയുന്നു. ദെൻ പോയിന്റ് ഡിയിലേക്ക് എത്തുന്നു. ദെൻ വീണ്ടും എന്ത് ചെയ്യുന്നു? ആളുകളുടെ എക്സ്പെക്ടേഷനും റിവൈസ് ചെയ്യുന്നു. ദെൻ ഇവിടെ നമുക്കറിയാം ഇൻഫ്ലേഷൻ റേറ്റ് ഇവിടെ കൂടുന്നുണ്ട്. ദെൻ വീണ്ടും അവരെന്ത് ചെയ്യുന്നു? ഇവിടെ 5 6 ഒക്കെ നിങ്ങൾക്ക് കൊടുക്കുക. എക്സ്പെക്ടേഷൻ വീണ്ടും റിവൈസ് ചെയ്തു 5ലേക്ക് കൊണ്ടുവരുന്നു. ആ പോയിന്റ് എന്താണ്? ഇ എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കും. ദിസ് ഈസ് ദ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് 3. ഇത് നിങ്ങൾക്ക് ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് 4 5 ഒക്കെ വരക്കാം. ദാറ്റ് ഈസ് എന്താണ് പറയുന്നത്? A different Phillips curve exists for each level of inflation expectations. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, 0 level of inflation expectations ആണെങ്കിൽ this is the Phillips curve 1. Then short term Phillips curve 2ൽ വന്നാൽ എന്താണ്? എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻസ് 2 ആയിട്ട് റിവൈസ് ചെയ്തു, അപ്വാർഡ് റിവിഷൻ അല്ലേ. ദെൻ എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻസ് 5 വന്നപ്പോൾ എന്താണ്? തേർഡ് ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് വന്നു. Isn't it? ഈ പോയിന്റ് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ലോങ് റൺ ഫിലിപ്സ് കർവ് നിങ്ങൾക്ക് ലഭ്യമാകുന്നു. Isn't it? വളരെ ഈസി ആയിട്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. Isn't it? അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ആൻസർ ബിൽഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ പോയിന്റ് ഒക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ABC. ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിയിലേക്ക് വരുന്നു അല്ലേ. ഡിന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? ദെൻ ഇയിലേക്ക് വരുന്നു. Isn't it? ഈ പോയിന്റ് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ലോങ് റൺ ഫിലിപ്സ് കർവ് കിട്ടുന്നു. ദെൻ നായറു എന്ന് പറയുന്ന കൺസെപ്റ്റ്, നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റും നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് എക്സ്പെക്ടേഷൻസ് ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവ്. അപ്പോൾ ഈ 2 വീഡിയോ, പാർട്ട് എ ആൻഡ് പാർട്ട് ബി, അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ് സെക്കൻഡിന്റെ പ്ലേലിസ്റ്റ് നോക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക, റിവിഷൻ നടത്തുക, ഫിഗേഴ്സ് ഒക്കെ വരച്ചിട്ട് പഠിക്കുക. Isn't it? അങ്ങനെ വരച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് കുറഞ്ഞ സമയം ഉപയോഗിച്ചിട്ട് എന്താണ്? മനോഹരമായിട്ടുള്ള എസ്സേ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഓൾ ദി വെരി ബെസ്റ്റ്.